ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്കൊരു നല്ലൊരു കോഴിക്കോട്ടയുടെ റെസിപ്പി നോക്കിയാലോ. അതും ഓശാന നായർ സ്പെഷ്യൽ കോഴിക്കോട്ടയുടെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. പിന്നെ അറിയാൻ പാടില്ലാത്ത കുറേ പേരുണ്ടാവുമല്ലോ കോഴിക്കോട്ട് ഉണ്ടാക്കാനായിട്ട്, അവർക്കൊക്കെ ഒന്ന് ഷെയറും കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ശർക്കരയെ ഉരുക്കയിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് വിളയിച്ചെടുക്കാം. ഇതൊരു 2 മിനിറ്റ് മതിയാവൂല. 2 മിനിറ്റ്, ഒരു അരമണിക്കൂറൊക്കെ ഞാനൊന്ന് വിളയിച്ചെടുക്കാം. വീഡിയോ എടുത്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ കൊഴുക്കട്ടയ്ക്കുള്ള ശർക്കരയും തേങ്ങയും കൂടി വിളയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അടി പിടിക്കാണ്ട് തന്നെ നല്ലോണം ഒന്ന് ഇളകി കൊടുക്കുക. ഒരു അരമണിക്കൂർ തന്നെ ഇതിനോട് ഇളയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ ശർക്കര വറ്റണ വരെ ഇതങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 10-15 ഏലക്കയും 2 ചുക്കിൻ്റെ കഷ്ണവും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ആളുള്ളതുകൊണ്ട് ഇത് വേണ്ടി വരും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങയും ഈ ഒരു പരിവാക്കി എടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സി ജാറിലേക്ക് ആ ഏലക്കയും ചുക്കും പിന്നെ കുറച്ച് പഞ്ചസാരയും ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മുടെ ഏലക്കായയും പഞ്ചസാരയും നല്ലോണം പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ ശർക്കരയും തേങ്ങയും വിളയിച്ച അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കോഴിക്കോട്ടയിലെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ല് ശരിയായിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്ടയുടെ മാവ് ശരിയാക്കലാണ്. അപ്പോൾ നമ്മൾ 1 കിലോ പുട്ടുപൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് 1 കിലോ പൊടിച്ച് വറുത്ത നൈസ് പൊടി അതിലേക്ക് ഉപ്പും ഇട്ട് തിളപ്പിച്ച ചൂടുവെള്ളത്തും ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം കട്ടയാവാത്ത വിധത്തിൽ തന്നെ കുഴച്ചെടുക്കുക. നല്ലോണം ഇതുപോലെ തന്നെ അത് കുഴച്ചെടുക്കുക. അത് നമ്മുടെ ഫില്ലും പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട്ടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലൊരു കോഴിക്കോട്ട ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് കഷ്ണണ്ടിയും നമുക്കൊന്ന് വറുത്തെടുത്ത് നമുക്ക് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. നല്ലോണം ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയൊരു തുളയുണ്ടാക്കി നമ്മൾ ഫില്ലിങ് നിറച്ച് ഉണ്ടയാക്കി അങ്ങനെയാണ് പറയണത്.
ആ അത് ശരിയാണ്, അത് പാകവും. നമ്മുടെ മാവിലേക്ക് കുറച്ച് ഫില്ലും പിന്നെ നമ്മുടെ പീനട്ടും നട്ട്സൊക്കെ ഇട്ട് ഒന്ന് ഉണ്ടയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ട എന്താണ് ഇഡലി ചെമ്പിലേക്ക് വെച്ച് നല്ലോണം ആവിയേറ്റിയെടുക്കാം. വെന്ത് ഇട്ടിട്ടുണ്ട്. ചായക്കൊപ്പം നമുക്ക് ഉണ്ടഴിക്കാം. നമുക്ക് ഇതൊന്നും ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കാം. ആളെ കാണിക്കണ്ട കേട്ടോ. നല്ല അടിപൊളി ഉണ്ടയാണ്. അപ്പം നമ്മുടെ ഓശാന സ്പെഷ്യൽ കോഴിക്കോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.